പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃതങ്ങളുടെ നർമ്മണം പരന്നു തുടങ്ങിയിരിക്കുന്നു. ചന്ദ്രപ്പിറവിക്ക് വേണ്ടി ആകാശം ഒരുങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനായി ഭൂമിയിലെ ഓരോ മൺതരികളും ഒരുങ്ങിക്കഴിഞ്ഞു. ആകാശത്ത് നിന്നും സുഗന്ധം, സ്വർഗത്തിൻ്റെ സുഗന്ധം വഹിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ആ മാലാഖമാരെ വരവേൽക്കുവാനായിട്ട് ഭൂമി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ എങ്ങനെയാണ് ആ റമളാനിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത്? നമുക്കറിയാം, അള്ളാഹു ഈ ലോകത്തെ നേർവഴിയിലാക്കാൻ, മനുഷ്യരെ നേർവഴിയിലാക്കാൻ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ വെളിപാടാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനെ മനുഷ്യൻ പല രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു. ആ ഖുർആൻ ശിഫയായിട്ടും അതേപോലെ തന്നെ തണലായിട്ടും സാരോപദേശങ്ങളായിട്ടും അതേപോലെ തന്നെ വഴികാട്ടിയായിട്ടും വെളിച്ചമായിട്ടും ഗുണപാഠമായിട്ടും എല്ലാം ഖുർആനെ സ്വീകരിച്ചിരിക്കുന്നു. ആ ഖുർആൻ എങ്ങനെയാണ് ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്നത്, അതനുസരിച്ചായിരിക്കും ഖുർആൻ അവരോട് അടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഖുർആൻ അവതരിച്ച ഈ മാസം എല്ലായ്പ്പോഴുമില്ല, വല്ലപ്പോഴും കടന്നു വരുന്ന ആ മാസത്തെ നാം ഒരു അതിഥിയായി സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ അത്ര ദിവസവും നമ്മൾ ക്ലീനിങ്ങും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ആ അതിഥിയെ സ്വീകരിക്കാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കിക്കൊണ്ടും വീടുകളിൽ അലങ്കരിച്ചുകൊണ്ടും വീട് വൃത്തിയാക്കിക്കൊണ്ടും നാം അവരെ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ആ വർഷത്തിൽ ഒരു പ്രാവശ്യം കടന്നു വരുന്ന ആരാധനാപരമായ റമളാനെ വരവേൽക്കാനായിട്ട് നാം എത്രത്തോളം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ കൈകളോടെ ആ റമളാനെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. തഖ്വ നിറഞ്ഞുകൊണ്ട്, വിശ്വാസം നിറച്ചുകൊണ്ടുള്ള ആ മനസ്സുകൊണ്ടും അതേപോലെ തന്നെ ധാരാളം സൽക്രമങ്ങൾ നിറഞ്ഞ കൈകൾ കൊണ്ടും അതിനെ നമ്മൾ ആലിംഗനം ചെയ്യേണ്ടതുണ്ട്. ആ റമളാൻ വരുന്നതിന് മുമ്പായിട്ട് നാം നമ്മളോട് തന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹുവും നാമും തമ്മിൽ എത്രമാത്രമാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഞാനും മനുഷ്യരും തമ്മിൽ എത്രത്തോളം കടമകൾ നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും ചിന്തിക്കുമ്പോഴും അതിനെല്ലാം ഉത്തരം കിട്ടും. അത് ചിലതെല്ലാം പൂരിപ്പിക്കേണ്ടതുണ്ടാവും, ചിലതെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടാവും, ചിലതെല്ലാം മാച്ച് ചെയ്യേണ്ടതുണ്ടാകും. അപ്പോൾ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിനുവേണ്ടി അള്ളാഹുവിനോട് അടുക്കുന്നതിന് വേണ്ടിയാവണം. അപ്പോൾ ഈ സമയത്ത്, അതായത് റമളാന് മുമ്പുള്ള സമയങ്ങളിൽ നമ്മൾ ജീവിതത്തിനു വേണ്ടി നട്ടോട്ടമോടുന്ന സമയത്ത് അള്ളാഹുവിനെ മറന്നുപോയിട്ടുണ്ടാകാം, പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും ആ വഴി മാറിയ വഴിയിൽ നിന്നും അള്ളാഹു നിങ്ങളെ കൂടുതൽ നേരായ വഴിയിലേക്ക് ചലിപ്പിക്കുന്നതിനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനും വേണ്ടി അള്ളാഹു സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിൻ്റെ വാതിലിലൂടെ കടന്നു പോകണമെങ്കിൽ നാം നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയാക്കേണ്ടതുണ്ട്. ആ റമളാനെ വരവേൽക്കുവാനായിട്ട് എല്ലാവരും ഒരുങ്ങുക. അള്ളാഹു മുമ്പുള്ള ജനങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഈമാനോടും പ്രതിഫലേച്ഛയോടും കൂടി നോമ്പ് പിടിക്കുന്നവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞിരിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.